ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ നല്ല വൈറ്റ് കളറിലുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ കറ വന്നാൽ നമുക്ക് ഭയങ്കര സങ്കടമാവാറുണ്ടല്ലേ. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടാവും, പിന്നെ ആ കറ കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിക്കപ്പോഴും നമ്മൾ ആ വസ്ത്രങ്ങൾ എടുത്ത് കളയാറാണ് പതിവ്. അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇനി ബ്ലഡ് വീണിട്ടുള്ള കറകളാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ എഫക്റ്റീവായിട്ട് നല്ല ലൈവായിട്ടുള്ള റിസൾട്ടാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ മാറ്റിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഏത് ടൈപ്പിലുള്ള കറയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതായത് കോഫിയോ ചായയോ ഒക്കെ വീണിട്ടുള്ള കറകൾ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വീണിട്ടുള്ള കറകൾ, മഷിയുടെ കറകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൽ പറ്റിപ്പിടിക്കുന്ന ബ്ലഡ് സ്റ്റെയിൻസ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ മെൻസ്ട്രൽ ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിടുന്ന ഡ്രസ്സിൽ ബ്ലഡ് പറ്റിപ്പിടിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകുകയില്ല. പിന്നെ അത് നമുക്ക് കഴുകി വൃത്തിയാക്കാൻ കഴിയാണ്ട് വരികയും നമ്മൾ ആ വസ്ത്രം ഉപേക്ഷിക്കാറുമാണ് പതിവ്. അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കറ കളയാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടിന്നർ കോട്ടൺ ബൗളിൽ മുക്കിയിട്ട് കറയുള്ള ഭാഗത്ത് നല്ലതുപോലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1-2 പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്തെടുക്കണം. ടിന്നർ ആയതുകൊണ്ട് നമ്മൾ എടുത്തതിന് ശേഷം കുപ്പിയുടെ അടപ്പ് നല്ലതുപോലെ അടച്ചു വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എയർ കോണ്ടാക്ട് വരുമ്പം ഇത് എവാപ്പറേറ്റ് ആയി പോവും. കറ പറ്റിയിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് റബ്ബ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മാറിക്കിട്ടും. പക്ഷേ ഇത് നല്ലതുപോലെ പഴകിയ കറയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കപ്പിലേക്ക് കുറച്ച് ടിന്നർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1-2 അടപ്പ് മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതും 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൽ കറ പറ്റിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം പിടിച്ച് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് ഒരു അരമണിക്കൂർ ഡിപ്പ് ചെയ്ത് വെക്കാം. ഇനിയിപ്പം ചിലർ സംശയം ചോദിക്കാം, ടിന്നറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ തുണികൾ മുക്കി വെച്ചാൽ അതിൻ്റെ ഈട് നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാനിത് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ള ഒന്നാണ്. ഇപ്പോഴും ആ ഡ്രസ്സുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ക്ലോറിൻ പോലും യൂസ് ചെയ്തിട്ട് പോകാത്ത കറകൾ നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. പക്ഷേ ക്ലോറിനിലൊക്കെ നമ്മൾ കളറുള്ള വസ്ത്രങ്ങൾ മുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ലൈവായിട്ടുള്ള റിസൾട്ടാണ്. ഇതിപ്പം ഞാൻ അരമണിക്കൂർ ഡിപ്പ് ചെയ്തിട്ട് എടുത്തതാണ്. ഇപ്പം തന്നെ നമ്മുടെ ആ കറയുടെ ഒന്ന് മങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുമ്പോഴേക്ക് അതിൽ ഞാൻ 2 ടേബിൾ സ്പൂണോളം സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അലക്കുകാരമാണ്. ഒട്ടുമിക്ക കടകളിൽ ഇത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊണ്ടാണ് കേട്ടോ. ഇത് നാരങ്ങ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തൊണ്ടാണ്. ഇത് ആവശ്യമില്ല. ഞാനിപ്പം വെള്ള വസ്ത്രങ്ങളായതുകൊണ്ട് കുറച്ചും കൂടി അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ നേരത്തെ ടിന്നറിൽ മുക്കി വെച്ചിരുന്ന നമ്മുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ വസ്ത്രങ്ങൾ കഴുകി എടുക്കുകയാണെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ. ഏത് കറയായാലും ആ ഒരു കറ പറ്റിയ പാട് പോലും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം ഏകദേശം 5 മിനിറ്റ് തിളപ്പിച്ച് ഫ്ലെയിം ഓഫാക്കി തണുപ്പിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു കറയൊക്കെ നിശേഷം പോയിട്ടുണ്ട്. ഒട്ടും തന്നെ ആ കറ പിടിച്ച പാടുകൾ പോലും ഇല്ല. തേച്ചൊരച്ച് കഴുകാണ്ട് നമ്മുടെ കൈ ഒട്ടും തന്നെ മെനക്കെടുത്താണ്ട് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ബനിയൻ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോപ്പ് വെള്ളം പോകുന്നത് വരെ 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതി.
സിമ്പിളായിട്ടുള്ള ടിപ്പല്ലേ, പക്ഷേ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സിലൊക്കെ കറ പറ്റുകയാണെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. ദേ ഇപ്പം നോക്കിയേ, നമ്മുടെ ആ ബനിയൻ കറ പറ്റിയതാണെന്ന് പോലും അറിയാത്ത രീതിയിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ലൈവായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ.